അവരെല്ലാം ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളും മുഴുവൻ വലിച്ചെറിഞ്ഞ എല്ലാ സന്തോഷങ്ങളും കാറ്റിൽ പറത്തിയിട്ട് പുറങ്കാലം കൊണ്ട് ചവിട്ടുപെരുപ്പിന്റെ പുരോഗതിക്ക് വേണ്ടി ശത്രു സൈന്യങ്ങളോട് പോരാടിയിട്ടാണ് അവർക്ക് ഇത്തരം അവസ്ഥകൾ വന്നിരുന്നേ. രികിൽ വന്ന് സ്വന്തം ഉമ്മ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, എടാ മോനെ സുഹൈലേ, നീ എത്ര സന്തോഷവാനാണടാ സുഹൈലേ, നീ എത്ര ആനന്ദവാനാണടാ സുഹൈലേ. നീ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ ദീനിൽ നീ ഉന്നതനായിരുന്നടാ. മരിച്ചപ്പോഴും നീ ഉന്നതിയിലാണല്ലോ. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറയുമ്പോ പരീക്ഷയുടെ പേര് പറഞ്ഞ മക്കളെ വീട്ടിന്റെ അകത്തളങ്ങളിൽ അടയിരിപ്പിക്കുന്ന രക്ഷകർത്താക്കളെ, ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിന്ദാവാദ് വിളിക്കാൻ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മേലാളത്തിന് വേണ്ടി നിന്ദാവാദ് വിളിക്കാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ പോകാൻ നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിലോ, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന, അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്ന സംഘടനകളുടെ പുരോഗതിക്ക് വേണ്ടി, സംഘടനകളുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മക്കളെ ഒന്ന് ഇറക്കി തരാൻ പറയുമ്പോ വിമകത കാണിക്കുന്ന രക്ഷകർത്താക്കളെ, അവന്റെ CBSE സർട്ടിഫിക്കറ്റ് നാളെ വിജയത്തിന് വരില്ല. അവന്റെ MA സർട്ടിഫിക്കറ്റ് കബറിലേക്ക് വിജയത്തിന് വരൂല. അവന്റെ എഞ്ചിനീയറിംഗിന്റെ അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ അവരെ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിലപോലെ അതല്ലേ മകതിമാരുടെ ജീവിതം നിങ്ങൾക്ക് പാഠമാണ്. ആകെയുള്ള മക്കളെ, ആകെയുള്ള മകനെ ശത്രുക്കൾ മുഴുവൻ അടിച്ചു വന്ന് ഈ തപ്പന മടലിന്റെ മുകളിൽ ഇങ്ങനെ തലകീഴായി കെട്ടി തൂക്കുമ്പോഴാണ് അത് നോക്കി സന്തോഷിക്കുന്ന ഉമ്മമാരാണ്. അവര് പറഞ്ഞോ, സന്തോഷവാനാ, അല്ലാഹുവിന്റെ ദീനിൽ നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ ദീനിൽ നീ ഉന്നതിയില. അതുപോലെ മരിച്ചപ്പോഴും എന്റെ പൊന്നുപോലെ നീ ഉയരത്തിലാണെന്ന് ആ ഉമ്മ പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ, മക്കളെ നിങ്ങൾ ദീൻ പഠിപ്പിക്കണം. ധാർമ്മികപരമായ ചുറ്റുപാടുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവരെങ്ങോട്ട് പോയാലും എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങളൊന്ന് വിചിന്തനം നടത്തണം. നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാരൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ പെൺമക്കൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. നിന്റെ പെൺമക്കൾ ആരോടൊക്കെ മൊബൈൽ ഫോണിൽ അസമയത്ത് സംസാരിക്കാനുണ്ടെന്ന് പെങ്ങളെ നിങ്ങളൊന്ന് നോക്കണേ. അല്ലാതെ ഏതെങ്കിലും സമയത്ത് സ്വന്തം വാപ്പ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ടുണ്ടാക്കിയ സ്വർണവുമില്ല കല്യാണത്തിന്റെ തലയിൽ ഏതെങ്കിലും ദുരിതത്തോടൊപ്പം ഇറങ്ങി പോകുമ്പോ കൈകടിച്ചിട്ട് കാര്യമില്ല, അവിടെ വേദനിച്ചിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുത്തില്ല. നാളെ നാടകക്കെതിരായി സാക്ഷി നൽകുന്ന മക്കളായി അവര് വരും കേട്ടോ. അങ്ങനെ ഒരു വാപ്പാന്റെ ചരിത്രം എനിക്കറിയാം. അവിടുന്ന് ഗൾഫ് നാട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണപ്പുരയിൽ അടുപ്പിൽ പാചകം ചെയ്ത് ശരീരം മുഴുവൻ നീർവീട്ടാൻ വർഷങ്ങൾ കൊണ്ട് സ്വന്തം മകൾക്ക് ആഭരണങ്ങൾ വാങ്ങിയത് അതുകൊണ്ട് പോയി കഴുത്തിലിട്ട് കൊടുത്ത് കല്യാണത്തിന്റെ മണ്ഡപത്തിലേക്ക് സ്വന്തം മകളെ ആനയിക്കാനിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഏതോ ചെറുക്കന്റെ ബൈക്ക് വന്ന് ആ പെണ്ണ് അവിടുന്ന് സ്വന്തം വാപ്പാക്കുണ്ടാക്കിയ മുതൽ മുഴുവൻ കൊണ്ട് ഏതോ ഒരുത്തിന്റെ ശൃംഗാരവാക്കിൽ ആകൃഷ്ടയായി കടന്നു കളഞ്ഞു. ആ വാപ്പാന് മെന്റലായി അവിടെ നിന്ന് സ്വന്തം സുഹൃത്തുക്കളോടും അവിടുത്തെ ഭാര്യയോട്
ബന്ധുക്കളോട് പറഞ്ഞു, എന്റെ പൊന്നുമോൾ ഏതാനും നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോ ഈ വാപ്പയിട്ട് കൊടുത്ത സ്വർണവുമിട്ട് എന്റെ മുന്നിലേക്ക് വന്നു നിന്ന് എന്റെ പൊന്നു വാപ്പ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാതെ എന്റെ പൊന്നുമോൾ എങ്ങോട്ടും പോകൂല എന്ന് ആ പാവപ്പെട്ട പിതാവ് നിർമ്മലമായ പറഞ്ഞ സംഗതികള് ഇവിടെ രേഖപ്പെടുത്തുന്നു. സമകാലിക സംഭവങ്ങളാണ്. അതുകൊണ്ട് രക്ഷകർത്താക്കളെ നമ്മുടെ ബോധവാന്മാരാകണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കാണ് മക്കളെ വളർന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളത്. സ്വന്തം ഭർത്താവ് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോ പകലന്തിയോളം കഷ്ടപ്പെട്ടു വരുന്ന ഭർത്താവ്, ആ ഭർത്താവ് നിങ്ങളുടെ വരുന്ന സമയത്ത് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്ന മക്കളെ ധാർമ്മികപരമായി പഠിപ്പിച്ച് ഉപ്പാന്ന് വിളഞ്ഞ സ്നേഹമസ്ത്രമായി കവിത്തടങ്ങൾ ചുംബനം കൊടുത്ത് സ്വീകരിക്കുന്ന മക്കളാക്കിന്റെ മക്കളെ വളർത്തണേ. പ്രവർത്തനങ്ങളിലേക്ക് ചുക്കാൻ പിടിക്കാൻ മക്കൾ പോകാൻ പാടില്ല. അവിടുന്ന് മക്കളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ജീവിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കളും പ്രതികൂലമാണ്. അവര് കാണുന്ന ജീവിതം ഏതോ നടനോ പൈസയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിമിഷങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവട്ടോ, നമുക്ക് കളയാൻ സമയമില്ല. ഇവിടെ ജീവിച്ചു പോയ മഹതിമാരുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഉസ്താദുമാര് വരാതിരിക്കുന്നു, ദുആ സംസാരിക്കാതിരിക്കുന്നു. അറിയുമോ സ്വന്തം കബറ് കുടിച്ചിരുന്നു തീർത്ത മഹതിയാ